ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ നമ്മളെ വീഡിയോ ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ക്രിയേറ്റേഴ്സൊക്കെ ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഈ ഫാമിലി, എന്നെ പോലുള്ളൊക്കെ ഫാമിലി കണ്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ വ്ളോഗേഴ്സിന് നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഈ സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഓരോ ഇതുണ്ടാവില്ല, വീട്ടിൽ വെച്ചില്ലെങ്കിൽ സ്റ്റുഡിയോ പോലെയൊക്കെ വയ്ക്കുന്ന ആളുകൾക്ക് ഒരു യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നല്ല, ഒരു ലൈറ്റ് ആണ്. സത്യം പറഞ്ഞാൽ കുറച്ചായി ഇത് വാങ്ങണം വിചാരിക്കണം. കാരണം ഇന്ത്യയിലുള്ളപ്പോൾ രണ്ട് റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്തു വന്നത്. അപ്പൊ എന്ത് കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് വാങ്ങാന്നുള്ളത് കുറെ സെർച്ച് ചെയ്തു. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ സജഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് തരം ലൈറ്റ് ഒക്കെ നമുക്ക് വാങ്ങിച്ചാൽ സെറ്റാക്കാൻ പറ്റുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസം അങ്ങനെ തപ്പിയിട്ട് അവസാനം എൻ്റെ ഒരു പരിമിതി എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ലൈറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് കരുതി. കാരണം എനിക്കിത് യൂസ്ഫുൾ ആണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സജഷൻ ചെയ്യാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മക്കളെ സാധനം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ അമ്മച്ചി. അപ്പോൾ നീണ്ട കഷ്ടപ്പാടിനൊടുവിൽ ഞാനിത് കീറി മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഐറ്റം ഇതാണ്. ഡിജിടെക്കിന്റെ ഒരു ലൈറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബൈ കളറാണ് കേട്ടോ. അതായത് നമുക്ക് യെല്ലോയും കിട്ടും, പിന്നെ വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ കളറിലും കിട്ടുന്ന അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്ന ഒരു ലൈറ്റ് ആണ്. ഇതിന്റെ വാട്ട്സ് 150 വാട്ട്സ് ഇതിന്റെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതില് 2700K തൊട്ടിട്ട് 6500K വരെ നമുക്ക് ഇതിന്റെ ലൈറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം വരും. പിന്നെ അത്യാവശ്യം ഇതിന് റിമോട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കൂടുതൽ പറഞ്ഞതാക്കണേക്കാളും നല്ലത് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ നോക്കാം. ആമസോൺകാരാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. യൂസർ മാനുവൽ നമുക്ക് ഇതൊന്ന് വരുന്നുണ്ട്, കണ്ടില്ല? ഇതൊരു യൂസർ മാനുവലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് കണ്ടോ ഒരു നല്ലൊരു റിമോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. റിമോട്ടിന് ബാറ്ററി ഇല്ല തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വയറിങ്സ് ഇത് വരുന്നത്, കണക്ടർ. നല്ലൊരു അടിപൊളി വയറിങ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഫൈനലി നമ്മുടെ ലൈറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഐറ്റം. ഡിജിടെക്കിന്റെ നല്ലൊരു ലൈറ്റ് ആണ്. സംഭവം എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഒരു റിഫ്ലക്ടർ അവർ നമുക്ക് തന്നിട്ടുണ്ട്, നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു റിഫ്ലക്ടറാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ്, റിമോട്ട്, പിന്നെ ഇതിന് നമ്മുടെ ചാർജിങ്ങിൻ്റെ എന്ന് പറയുന്നത്, ഇതിൻ്റെ കണക്ഷൻ കേബിള്, പിന്നെ റിഫ്ലക്ടർ. അപ്പോൾ 4 സാധനങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇനി ഇതിൻ്റെ എങ്ങനെയുണ്ട് ലൈറ്റും കാര്യങ്ങളും എങ്ങനെ വരിക എന്നുള്ളത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയുണ്ട് നോക്കണല്ലോ, കാശ് പോയോന്ന് അറിയില്ലല്ലോ. പിന്നെ അതിന്റെ മുന്നേ നമ്മളൊരു ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു സോഫ്റ്റ് ബോക്സും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഗോഡെക്സിന്റെ ആണ്. ഇത് സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചാണ്, ഇതിന്റെ ഒപ്പം കിട്ടില്ല എന്ന് അതുമാതിരി പറഞ്ഞ്. അപ്പൊ പിന്നെ ഒന്നും പാകില്ലല്ലോ. അപ്പൊ ഞാൻ ഗോഡെക്സിന്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി. അപ്പൊ ഇതാണ് ഗായ്സ് നമ്മുടെ സോഫ്റ്റ് ബോക്സ്. കണ്ടില്ലേ, ഗോഡെക്സ് എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതുമാതിരി നല്ല പാക്കിങ്ങിലൊക്കെ ഉണ്ട് നമുക്ക് തന്നിട്ടുള്ള സാധനം. ഒരു കവറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ആഹാ, ഒരു മുത്തുക്കുട. മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ കുടറ ആവശ്യമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ആൾറെഡി ഇതിലുമാതിരി കുടയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, സെറ്റ് ആക്കട്ടെ ഗായ്സ്. അപ്പൊ നമ്മളിത് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇത് എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല, ഒന്ന് നോക്കി നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ഒരു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഗായ്സ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആട്ടോ, കൂട്ടാനും കുറയ്ക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇവിടെ ഇതിന്റെ ഡിസ്പ്ലേ വരും, ഇത് പവർ ഓഫും ഓൺ ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് ഓണാക്കാൻ പോവാട്ടാ. യെസ്, ഓണാക്കി കഴിഞ്ഞത് കണ്ടോ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് 9ലാണ് ഇതിന്റെ ഇത് കിടക്കുന്നത്, ലൈറ്റിന്റെ ഇത് കിടക്കുന്നത്. നമ്മൾ ഇനി കൂട്ടുന്തോറും അതിന്റെ ഇത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. സോറി, ഇത് കുറയ്ക്കുകയാണേ. കണ്ടോ, ആഹാ 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 കണ്ട കൂടുന്നില്ലേ, ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എന്തപ്പത്. ഈ ലൈറ്റ് കണ്ടോ, നമ്മുടെ ഗോഡെക്സിന്റെ
13,000-14,000 ലൈറ്റിന് വരുന്ന അതേ വെളിച്ചം നമുക്കിപ്പോൾ ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സത്യം. കറണ്ട് ബില്ല് വരുമ്പോൾ അറിയാം. അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മള് ലൈറ്റ് ഉള്ളത് 100-ലാണ് കേട്ടോ. നമുക്ക് ഇനി റിമോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. റിമോട്ടിൽ തന്നെ പല പല ഓപ്ഷൻസ് ഉണ്ട്. 25 ഉണ്ട്, 50% ഉണ്ട്, പിന്നെ 100% ഉണ്ട്. ഓക്കെ, ഇതിൽ 25% നമുക്കൊന്ന് വെച്ച് നോക്കണ്ടോ. 25 ആക്കി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് 25 തന്നെ പോവും. 50% ആണോ, അത് പിടിച്ചോ. 50 കൂടെ കൂടി. 100 ആണോ, 100 ആകുമ്പോഴേക്കും നല്ല മിന്നി തിളങ്ങുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ് പിന്നെ ഇതിൽ കുറച്ച് വേറെ പരിപാടി ഉണ്ട്. കുറച്ച് എഫക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ട, ഒരു എഫക്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ ഇടിമിന്നൽ വരുന്ന പോലെ നമുക്ക് സാധനം കിട്ടും. രണ്ടാമത്തെ എഫക്റ്റ് ലൈറ്റായിട്ട് കണ്ടോ കൂടിയും കുറഞ്ഞിട്ടൊക്കെ വരും. മൂന്നാമത്തെ സാധനം എന്താണ്, ഒന്നും കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് മിന്നുണ്ട്. നാലാമത്തത് എന്താ, ഇതെന്താ ഇപ്പോൾ പരിപാടി, അതിങ്ങനെ മെല്ലെ കൂടിയിട്ടും കുറഞ്ഞിട്ടും ആ ഒരു ലെവലാ. നമുക്ക് ഇനി അഞ്ചാമത്തെ നോക്കാനുള്ള ഇല്ല, 5 ഇല്ല, 4 വരെ ഉള്ളു ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ ഈ FX തന്നെ ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. പഴയ ഓപ്ഷൻസ് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ വേറെ ബട്ടൺസ് ഒക്കെ ഉണ്ട്. നമുക്കത് അങ്ങനെ കണ്ടില്ലേ, വോളി ഇങ്ങനെ കൂട്ടാ കുറയ്ക്കുക, അങ്ങനെയുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കളർ ടൂൺ മാറ്റണോ, ഇതാ പിടിച്ചോ. കളർ ടൂൺ 6500 കിടക്കണ്, 6300, 6000, 5700 കണ്ടോ. അങ്ങനെ കുറയ്ക്കും തോറും നമ്മുടെ മഞ്ഞയായിട്ട് ഇങ്ങനെ വരുന്ന കണ്ടോ. ഇതിപ്പോൾ മഞ്ഞയിലാട്ടോ നിൽക്കണത്. മഞ്ഞയിലിങ്ങനെ നിൽക്കുമ്പോൾ നോക്കിക്കോട്ടോ, അതിൻ്റെ അത് കൂടുതൽ നോക്കിക്കോളി. 100-ലാകുമ്പോൾ മഞ്ഞ, അടിപൊളി, നല്ല മഞ്ഞ പ്രകാശം. നമുക്ക് ഇനി വൈറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അടച്ചോനെ, ഇതിപ്പോൾ എങ്ങനെ പോയത് കണ്ടോ. തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് വെള്ളയ്ക്ക് തന്നെ തിരിച്ച് വരും. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ആ കുട വെച്ചിട്ട് നമ്മളൊരു പരിപാടി കാണിച്ചില്ലേ, ആ കുട വെച്ചിട്ടുള്ള ആ കുടയും കൂടെ വെച്ചിട്ട് നിങ്ങൾക്കൊരു സെറ്റപ്പ് കാണിച്ചു തരാം. അപ്പോൾ കാഴ്ച, അപ്പോൾ നമ്മളിത് കണ്ട സെറ്റപ്പ് കണ്ടില്ലേ, നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ കാണണ്ടേ, കണ്ടോളൂ. വാ, അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും നല്ല വെളിച്ചമുണ്ട് ഇതിൽ. അപ്പോൾ അതിലെ കണ്ണ് എന്തോ ഒരു ഡാർക്ക്നെസ് ഒക്കെ അടിക്കുന്നുണ്ട് ഇതിൽ കാണുമ്പോൾ. ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ട് നിൽക്കുമ്പോഴും അതിൻ്റെ ഇതുള്ള വ്യത്യാസങ്ങൾ നോക്കി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഡിജിടെക്കിൻ്റെ ലൈറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഓക്കെ, നമ്മുടെ സാധാ റിംഗ് ലൈറ്റും ഈ ലൈറ്റും തമ്മിലുള്ള ഒരു ലൈറ്റിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാ റിംഗ് ലൈറ്റിന്റെ വെളിച്ചാണ്. ഒരു നമ്മുടെ 18 ഇഞ്ചിന്റെ ഡിജിടെക്കിന്റെ തന്നെ ഒരു റിംഗ് ലൈറ്റ്, അതിൻ്റെ ഒരു വെളിച്ചത്തിലുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നത്. ഇനി ഇതേ സെയിം തന്നെ നമുക്ക് ഡിജിടെക്കിന്റെ നമുക്ക് ആ 150 വാട്ട്സിന്റെ ലൈറ്റിലൊന്നും എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം, അതും കാണിച്ചു തരാം. ഞാൻ ആ വെളിച്ചം നിങ്ങൾ ശ്രദ്ധിച്ചോളട്ടോ. കണ്ട, അത്യാവശ്യം നല്ല എല്ലാ രീതിയിലും കവറായിട്ട് വരുന്നില്ലേ. അതാണ് ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് നല്ല ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമായിരിക്കും നമ്മുടെ ഈ ഡിജിടെക്കിൻ്റെ ഈ ഒരു ലൈറ്റ് ഇട്ടാൽ. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ ഒരു ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോൾ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊന്ന് ഇട്ട് തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്ക്, ഉപയോഗിച്ച് നോക്കി നോക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ട് അഭിപ്രായം നോക്കി നോക്ക് കേട്ടോ. പിന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണ് അവസ്ഥ എന്നുള്ളത്. കാരണം ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പോവുകയാണ്, കറണ്ട് ബില്ലൊക്കെ എങ്ങനെ വരികയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ വില അങ്ങടുത്ത് പറയാൻ മറന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഈ റിംഗ് ലൈറ്റിൻ്റെ വില വരുന്നത് 5600 രൂപയാണ്. അത് ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ആമസോണിൽ ഈ 5600 രൂപയ്ക്ക് ഈ ഒരു ഐറ്റം നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ മേലെ കുട ഇല്ലേ, അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടൂല, അത് നമ്മൾ കാശ് തന്നെ കൊടുക്കണം. അതിന് ഒരു 1500 രൂപ വരുന്നു. ഓക്കെ, അപ്പോൾ കുടയുടെ ആവശ്യം അത്ര താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ആ ലൈറ്റ് മാത്രം മതി, അത് നല്ലൊരു തായിരിക്കും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 7068 7000 രൂപ ആ ഒരു കോസ്റ്റ് എന്തായാലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിലയ്ക്കൊക്കെ നല്ലൊരു ലൈറ്റിലും കാര്യത്തിലൊക്കെ സെറ്റപ്പ് നമുക്ക് ചെയ്യാനൊരു ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇത് അടിപൊളി ലൈറ്റാണ്. കാരണം നമുക്ക് 2 റിംഗ് ലൈറ്റിൻ്റെ
എമൗണ്ട് ആണ് ഇതിന് വരുന്നുണ്ടെങ്കിലും പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമ്മൾ 2 റിംഗ് ലൈറ്റ് വെച്ചാൽ പോലും കിട്ടാത്ത ഒരു ലൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. എന്നാ ശരി, എന്നാ ടാറ്റ.